എല്ലാവരും അകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് സ്ഥലമുണ്ട്. അകത്ത് പ്രവേശിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അവസാന ആശീർവാദം പറഞ്ഞു കഴിഞ്ഞിട്ടേ ആളുകൾ ഇറങ്ങിപ്പോകാവൂ. ഇടയ്ക്ക് ഇറങ്ങിപ്പോകരുത് എന്നും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ വിവാഹ ശുശ്രൂഷ 2 ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഒന്നാം ഭാഗത്ത് വിവാഹ നിശ്ചയത്തിൻ്റെ ശുശ്രൂഷയായ മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷയാണ്. അതിനുശേഷമാണ് വിവാഹ ശുശ്രൂഷയിലേക്ക് കിരീടം വാഴ്ത്തി വിശുദ്ധ എവൻഗേലിയോൻ വായിച്ച് ഇരുവരെയും കൈപിടിപ്പിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടിയിരിക്കുന്നത് ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ ദൈവം ഇവർക്ക് നൽകിയ ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഈ അനുഭവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമാണ്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം എല്ലാവരും ഈ ശുശ്രൂഷയെ സംബന്ധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഇടയ്ക്ക് ഞാൻ ഇരിക്കുവാനായിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരിക്കാനുള്ള അവസരമുണ്ട്. ആ സമയത്ത് തോഴ്മക്കാർക്ക് മാത്രം നിന്നാൽ മതിയാകും എന്നും ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ആദ്യത്തെ ഗാനം ആലപിച്ച് നമ്മുടെ വിവാഹ ശുശ്രൂഷ ആരംഭിക്കും. ആദ്യ വിവാഹനാളിൽ ഏദനിൽ ധ്വനിച്ച ആ മംഗളാശീർവാദം എന്നും കേൾക്കുന്നിതാ. ആ മംഗളാശീർവാദം എന്നും കേൾക്കുന്നിതാ. ക്രൈസ്തവ ദമ്പതിമാർ തമ്മിൽ ചേരും നേരം, ക്രൈസ്തവ ദമ്പതിമാർ തമ്മിൽ ചേരും നേരം, വിശുദ്ധനാ ത്രിയേകൻ തൻ കൃപാ ചൊരിയും. ഇവത്തങ്ങൾ കിരീടം വെച്ചെങ്ങു നിൻ പാതേ. ക്രിസ്ത്യൻ മണവാട്ടിയായി സൗഭാഗ്യം ചേരട്ടെ, ക്രിസ്ത്യൻ മണവാട്ടിയായി സൗഭാഗ്യം ചേരട്ടെ.